കേരളം നടുങ്ങിയ ആ സംഭവത്തിന്റെ ഒരേ ഒരു ദൃക്സാക്ഷി RPF-നും പോലീസിനും ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി പുതുപ്പരിയാരം സ്വദേശി രാജേഷ് കുമാറിൻ്റെതാണ്. രാജേഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. താങ്കൾ എന്താണ് ഇന്നലെ കണ്ടത്? ഞാൻ വണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന ആളാണ്. ഞാൻ ഇന്നലെ വൈകുന്നേരം സാധാരണ കയറും പോലെ 6:45 വണ്ടി വരും. വണ്ടി കയറി സാധനങ്ങളൊക്കെ എടുത്ത് കച്ചവടം ചെയ്ത് ഞാൻ മുന്നോട്ട് പോയി 1, 2, 3 കോച്ചുകൾ കടന്ന് മുന്നോട്ട് പോയി. ജസ്റ്റ് 10 കഴിഞ്ഞ് 11ലേക്ക് കയറുമ്പോഴാണ് സാറും വേറൊരു യാത്രക്കാരനുമായിട്ട് ടിക്കറ്റിൻ്റെ പ്രശ്നം സംസാരിക്കുമ്പോൾ ഞങ്ങൾ സാധാരണ കടന്നു പോവുക ചെയ്യുക, അവിടെ നോക്കാറില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് കടന്നു പോയി 2, 3 അപ്പുറത്ത് പോയി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാറ് സംസാരിച്ചിട്ട് കൂടുതലും എനിക്ക് അറിയുന്ന ആളാണ്, നേരിട്ട് അറിയുന്ന ആളാണ് സാറിന്. സാർ ആരോടും കയർക്കാറില്ല, പ്രശ്നം ഉണ്ടാക്കാറില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് സാറ് ഇങ്ങോട്ട് വന്ന് ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഇൻഫോം ചെയ്യുക കൺട്രോളിലേക്ക്. ഇൻഫോം ചെയ്യുമ്പോൾ ഇവിടെ ഇരുന്നവൻ പെട്ടെന്ന് കൈ കഴുകുമ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ആ വാഷ് ബേസിൻ്റെ അവിടെയാണ് റൈറ്റ് സൈഡ്, അവിടെ നിന്നിട്ട് ബാക്കിലോട്ട് നിന്ന് നേരെ നല്ല രീതിയിൽ പുഷ് ചെയ്യുകയാണ് ചെയ്തത്. ജസ്റ്റ് ഒരു പിടുത്തമുള്ളായിരുന്നു. ഈ ഒരു പ്ലൈവുഡിൻ്റെ കനമുള്ള ഇവിടെ മാത്രമേ പിടിയുള്ളൂ. ഇത് ഫോണാണ്, ടാബ് ഉണ്ടായിരുന്നു. ആ ടാബ് ഈ ബെർത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെ തള്ളിയിടുന്നത്. താങ്കൾ നേരിട്ട് കണ്ടതാണ്. മറ്റാരെങ്കിലും ആ സമയത്ത് അവിടെ 3 പേരുണ്ടായിരുന്നു. 3 ഹിന്ദിക്കാർ ബംഗാൾ സ്വദേശികളുണ്ടായിരുന്നു. അവർ 4 പേരും കൂടി ചേർന്നിട്ടാണ് 3 പേര് അവിടെ ഇരുത്തിയതിന് ശേഷം ഇവനവിടെ ഇരുത്തി 3 പേരെ കൊണ്ട് അവിടെ ഇരുത്തിയിട്ടാണ് പിന്നെ പോയി TT-നെ വന്ന് പുറകിൽ TT-നെ വിളിച്ചുകൊണ്ട് വന്നു. 2 TT-മാരും വന്ന് TT അവിടെ ഇരുന്ന് പിന്നെ TT ഫോൺ ചെയ്ത് 2 പോലീസ് ഉണ്ടായിരുന്നു. പോലീസുകാരും വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ വന്നാണ് പ്രതിനെ. ആ സമയത്ത് ഒന്നും പറ്റില്ല. ആ സമയത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റില്ല. ഒരാളെ പെട്ടെന്ന് തള്ളിയിട്ടെന്ന് പറഞ്ഞാൽ TT-നെ, അപ്പം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ സമയത്ത് ഓടിപ്പോ TT ഈ കമ്പിയിൽ പിടിച്ചു നിന്നിരുന്നു. ഇല്ല. അപ്പം തന്നെ സ്പോട്ടിൽ അങ്ങനത്തെ ഒരു ഇതാ ചെയ്തിരിക്കുന്നത്. കമ്പിയിലൊന്നും പിടിച്ചു നിന്നിട്ടില്ല. ആ സ്പോട്ടിൽ തന്നെ പുള്ളി അങ്ങനെ തന്നെ തെറിച്ച് പോകുമായിരുന്നു. കാരണം അത്രയും വെയിറ്റ് ഉണ്ട്. ഈ തള്ളിയ ആൾക്ക് ഒരു 4-5 ആളുടെ പവർ ഉണ്ട്. പക്ഷേ കാലിന് മാത്രം പ്ലാസ്റ്റർ എന്നുള്ളൂ. ശരീരം ഉടുമ്പിൻ്റെ ശരീരമാണ്. ഞാൻ മനസ്സിലാക്കി കിടത്തണം, ഒരു അടി അടിച്ചാൽ പോലും ആൾക്ക് കേൾക്കില്ല. അത്ര പവർഫുൾ ശരീരമാണ്. പിന്നെ വന്ന് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടത് ഈ TT ആയിട്ട് ഇയാൾ കയർക്കുന്നതായിരുന്നു. ആ സമയത്താണ് താങ്കൾ അങ്ങനെ പ്രശ്നമല്ല. ഒന്നീ ഫൈൻ അടയ്ക്കുക, അല്ലെങ്കിൽ ഇറങ്ങി മാറിക്കയറുക. കാരണം ഇത് തൊട്ടപ്പുറത്ത് 2 കോച്ച് അപ്പുറം ലോക്കൽ കോച്ചാണ്, അങ്ങോട്ട് മാറുക. അപ്പോൾ ഇവന് ഓൾറെഡി പൈസയില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇതിലേക്ക് കൂടുതൽ നല്ല മദ്യപാനം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം കുടിച്ചിട്ടുണ്ട്. നമ്മളൊരു 4 പേര് പിടിച്ചാൽ പോലും കിട്ടാത്ത അത്ര പവറിൽ അവൻ്റെ കുടിയുണ്ട്, ബലവുമുണ്ട്. അപ്പോൾ അത്രയും പവറിൽ വന്നിട്ട് മൊഴി ഇന്നലെ തന്നെ പോലീസ് രേഖപ്പെടുത്തി. പോലീസ് രേഖപ്പെടുത്തി. അപ്പോൾ ഞാൻ ആ സ്പോട്ടിൽ അവിടെ ഉണ്ട്. ഞാൻ കടന്ന് പോകണേണ്. പിന്നെ ഞാൻ അറിയുന്നൊരു സാറാണ്, ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. ഞങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. ഞങ്ങളെ കണ്ടാൽ ചിരിച്ച് നമ്മളിപ്പോൾ ബിസിനസ് ചെയ്തു പോയാലും പോയി ചെയ്യണം എന്ന് പറയുന്ന ഒരാളാണ്. ഒരാളെ ഇച്ചിപ്പൂന്ന് പറയാത്തൊരു നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യനെന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാണ്. ഒരാളെ ഇച്ചിപ്പൂന്ന് പറയില്ല. ആൾ അത്രയ്ക്കും നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. അധികം വേദന ഉണ്ടാക്കുന്നുണ്ട്. കാരണം അതുപോലത്തെ ആൾക്കാർ നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് കുറവാണ്, കിട്ടില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. നമ്മളെ തൊഴിലെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്നിട്ട് നമ്മൾ തൊഴിൽ ചെയ്യുന്നതാണ്. നമുക്ക് ലൈസൻസും പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം നമുക്ക് ജീവിച്ചോട്ടെ എന്നുള്ള പല ആൾക്കാരുടെ ഒരു അനുവാദം ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്തു പോകുന്നു. അപ്പോൾ അതിൽ സാറൊക്കെ വലിയ ഒരു ദൈവത്തിന് തുല്യമാണ്. ആൾ കയർക്കെ തല്ലിവീടൊന്നും ചെയ്തില്ല. ആ ഭയനടക്കെ അല്ലെങ്കിൽ മാറുക. പക്ഷെ അവൻ്റെ ആ ഫോൺ വിളിക്കാൻ പോണ പോകില്ല, അവന് പോലീസിനെ വിളിക്കുക എന്നുള്ള മൈൻഡിലാണ് അവൻ പോയിട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്ത സംഭവം നമുക്ക് ഇതുവരെ ഇല്ല. ഞാൻ 20 വർഷമായി വണ്ടി കച്ചവടം ചെയ്തു. ഇതുവരെ അങ്ങനെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇത് ഫസ്റ്റാണ്. എന്തായാലും രാജേഷ് കുമാർ പറയുന്നത് അദ്ദേഹം ഈ കേസിലെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു സാക്ഷിയാണ്. ഈ തള്ളിയിടുന്നത് നേരിട്ട് കണ്ട ഒരാളാണ്. അദ്ദേഹം പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ളൊരു കാര്യം, വ്യക്തിപരമായി പരിചയമുള്ള ഒരാളായിരുന്നു. കൃത്യമായി താൻ അവരെ തള്ളിയിടുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് വലിയ പ്രകോപനങ്ങളില്ലാതെ തന്നെ ഇയാളെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് രാജേഷ് വ്യക്തമാക്കുന്നത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.